الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന, വിഭാവനം ചെയ്യുന്ന വിശ്വാസകാര്യങ്ങൾ. അത് ശരിയായ രൂപത്തിൽ പഠിച്ചറിഞ്ഞ് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കരുത്തും ജീവിതത്തിൽ ഒട്ടേറെ ഉൾക്കാഴ്ചയും സമ്മാനിക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷേ അത് പ്രമാണബദ്ധമായി പഠിച്ചറിഞ്ഞ് ഉൾക്കൊള്ളണം. അതിലേക്ക് അന്ധവിശ്വാസങ്ങൾ അരിച്ചു കയറുന്നത് ജാഗ്രതയോടെ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങൾ എണ്ണിപ്പഠിപ്പിച്ച കൂട്ടത്തിൽ ആറാമത്തെ കാര്യമായി പഠിപ്പിച്ചത് വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, അള്ളാഹുവിൻ്റെ ഖളായിലും ഖദറിലും നീ വിശ്വസിക്കുക എന്നതാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും ഒക്കെ സംഭവിക്കുന്നതും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്. ഐ ഹുലുഹു വമുർറുഹു മിനല്ലാഹി തആല. ജീവിതത്തിലെ മധുരമുള്ള അനുഭവങ്ങളും സംഭവങ്ങളും അതേപോലെ കൈപ്പേറിയ അനുഭവങ്ങളുമൊക്കെ അള്ളാഹു ഖളാ ആക്കിയതാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്. ഖൈറും ഷർറും എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് എന്നർത്ഥം. എന്ന് വെച്ച് നമുക്ക് ആർക്കും ഒരു റോളും അതിലില്ല എന്നല്ല.
നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്ത് സൂക്ഷിച്ച് പ്രവർത്തിച്ച് അതിനപ്പുറത്ത് റബ്ബിൽ ഏൽപ്പിച്ച് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആത്യന്തികമായി നടക്കുക എന്നുള്ള വിശ്വാസം. നമുക്ക് ചിലപ്പോൾ ചിലത് ഷർറായി തോന്നാമെങ്കിലും ആത്യന്തികമായി അത് തനിച്ച ഷർറായിരിക്കുകയില്ല എന്നതും നമ്മൾ തിരിച്ചറിയേണ്ട സംഗതിയാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു രോഗം വന്നു അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മൾ പ്രയാസപ്പെട്ട് ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ വഴിമാറി. ഇതെല്ലാം പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയ ഷർറായി, ദുരിതമായി, ദുരന്തമായി തോന്നാമെങ്കിലും ആത്യന്തികമായി അത് തിന്മയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നാണ് ഉത്തരം. കാരണം ഒരുപക്ഷെ അത് നിമിത്തം നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്ത് സ്വർഗത്തിൽ കടക്കാൻ അതായിരിക്കും കാരണമായി തീരുന്നത്. നന്മകൾ ഏതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സംഗതികളൊക്കെ നന്മകളായി മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ, ഒരു വിശ്വാസിയെ ബാധിക്കുന്ന ഏതൊരു വിപത്തും ഒരു മുസീബത്തും ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻഹു, അയാളിൽ നിന്ന് അല്ലാഹു പാപങ്ങൾ മായ്ച്ചിട്ടല്ലാതെ സംഭവിക്കുകയില്ല എന്നാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വേദനയോ പ്രയാസമോ മാനസികമായൊരു ടെൻഷനോ പോലും ഈമാനുള്ള വിശ്വാസികളാണ് നമ്മളെങ്കിൽ അത് വൃഥാവിലാവുകയില്ല എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഷർറായിട്ടില്ല എന്നർത്ഥം. ഹത്ത ശൗകത്തി യുഷാക്കുഹ, കാലിൽ തറക്കുന്ന ഒരു മുള്ളു പോലും അത് നിമിത്തം അള്ളാഹുവിന്റെ അടുക്കൽ പദവികൾ ഉയരുവാനും പാപങ്ങൾ പൊറുക്കുവാനും നിമിത്തമായി അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന് പറയുമ്പോൾ രോഗമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും വേദനയാണെങ്കിലും പ്രയാസമാണെങ്കിലും വിശ്വാസികൾക്ക് അത് പ്രയാസമല്ല, അല്ലെങ്കിൽ ആത്യന്തികമായി ഇതൊരു തിന്മയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ അതായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരലോകത്ത് നമുക്കുള്ള ഭാഗധേയം, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് സമ്മാനിക്കാനുള്ള നിമിത്തം എന്നത് നമ്മൾ അറിഞ്ഞാൽ ഒരു കാര്യത്തിലും ഒരു വിശ്വാസി നിരാശപ്പെടേണ്ടതില്ല. എന്നാൽ സഹോദരങ്ങളെ, ജീവിതത്തിലെ തനിക്ക് സംഭവിക്കുന്ന ഏതെങ്കിലുമൊക്കെ നിർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ജയപരാജയങ്ങൾ, അത് തന്റെ ചെയ്തികൾക്കും പടച്ചറബിന്റെ ഖദാഇനും ഖദറിനും അപ്പുറം ചില വ്യക്തികൾക്കും സമയങ്ങൾക്കും ഒക്കെ, അതല്ലെങ്കിൽ ചില പക്ഷി മൃഗാദികൾക്കുമൊക്കെ സ്വാധീനമുണ്ട് എന്നുള്ള തെറ്റായ വിശ്വാസം പലരിലുമുണ്ട്. മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളിൽ പോലും അത്തരം വഴിതെറ്റിയ അന്ധവിശ്വാസങ്ങൾ ഉള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് തികഞ്ഞ അന്ധവിശ്വാസമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അഥവാ ഏതെങ്കിലും ഒരു പക്ഷി ചിലച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരാളെയോ ഏതെങ്കിലും ഒരു ജീവിയെയോ കണ്ടതിന്റെ പേരിൽ എനിക്ക് ചില ഹൈറുകൾ വരാനുണ്ട്, ചില ദോഷങ്ങൾ സംഭവിക്കാനുണ്ട് എന്നുള്ള വിശ്വാസം അള്ളാഹുവിന്റെ ഖദാഇലും ഖദറിലുമുള്ള വിശ്വാസത്തിന് കടകവിരുദ്ധമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെ കണി കണ്ടു എന്നുള്ളത് കൊണ്ട്, അതല്ലെങ്കിൽ ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയതായിട്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിക്കുന്നതെങ്കിൽ അതുകൊണ്ടൊക്കെ ഒരു ദോഷമായി, ദുശകുനമായി കാണുന്ന രീതി. നമ്മൾ ഈ അടുത്ത് വളരെ വിവാദമായി അല്ലെങ്കിൽ ചർച്ചയായി വന്ന സംഗതിയാണല്ലോ 13-ാം നമ്പർ കാറും റൂമും ഒന്നും ആർക്കും വേണ്ട. മന്ത്രിമാർക്കും അതേപോലെ വലിയ വലിയ ഉദ്യോഗസ്ഥർക്കും ഒന്നും അത് വേണ്ട എന്ന് വെക്കാനുള്ള കാരണം അതിലൊക്കെ എന്തോ ഒരു ദുശകുനം അവർ കാണുന്നു. അതിന്റെ പിന്നിൽ എന്തോ ആപത്തുകളും അപകടങ്ങളും അവർ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ ഉണർത്തിയത് അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ. അത്തരം ശകുനം നോക്കൽ ബഹുദൈവത്വമാണ്, ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, അത്വീറത്തു ശിർകുൻ വമാ മിന്നാ ഇല്ലാ വലാകിന്നല്ലാഹ യുദ്ഹിബുഹു ബിത്തവക്കുൽ. നമുക്കും അങ്ങനെയുള്ള തോന്നലുകൾ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തെറ്റായ ചിന്താഗതികളെ തവക്കുലിലൂടെ നീക്കിക്കളയുന്നതാണ്. അഥവാ അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കറകളഞ്ഞ തൗഹീദിന്റെ ആദർശം സ്വീകരിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ ആ തോന്നലുകൾക്കൊരു സ്ഥാനവുമില്ല. ഒരു ആപത്ത് പറ്റി, ഒരു അപകടം പറ്റി, അത് ഇന്നത് കാരണത്താലാണ് എന്ന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആളുകളെ കണ്ടതുകൊണ്ടോ ഏതെങ്കിലും ദിവസത്തിന്റെയോ ഏതെങ്കിലും ശബ്ദത്തിന്റെയോ ഏതെങ്കിലും ജീവികളുടെയോ സാന്നിധ്യം കൊണ്ടാണ് എന്ന് നമുക്ക് തോന്നിപ്പോയാൽ ഉടനെ നമ്മൾ തിരിച്ചറിയണം അത് തെറ്റായ പിശാചിന്റെ കൊളുത്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് അഊദു ചൊല്ലി അള്ളാഹുവിലേക്ക് മടങ്ങാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിയായ തവക്കുൽ, ശരിയായ തൗഹീദ് ഉള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അയാളെ ഒരു കാര്യത്തിൽ നിന്ന് തടയുകയില്ല എന്നാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച
വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 51-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കുൽ, പറയൂ പ്രവാചകരെ, പറഞ്ഞു കൊടുക്കൂ, ലൻ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയേയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് ഞങ്ങൾക്ക് കണക്കാക്കിയതല്ലാതെ, അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയേയില്ല. അത് പറഞ്ഞു കൊടുക്കൂ. അതാണ് വിശ്വാസികളുടെ പ്രഖ്യാപനം. ഹുവ മൗലാന, ആ റബ്ബാണ്, അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷകൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അതിനാൽ നമ്മുടെ സംരക്ഷകനായ കരുണാവാരിധിയായ ആ പടച്ചറബിൽ എല്ലാം ബരമേൽപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ശരിയായ തവക്കുൽ എന്ന് പറഞ്ഞാൽ സിദ്ഖുൽ ഇഅ്തിമാദി അലല്ലാഹ്, അള്ളാഹുവിനെ സത്യസന്ധമായി ആശ്രയിക്കലാണ്, അവലംബിക്കലാണ്. ഫീ ജൽബിൽ മനാഫിഇ വദഫ്ഇൽ മളാർ, ജീവിതത്തിൽ ഗുണങ്ങൾ കൊണ്ടുവരാനും ദോഷങ്ങൾ തടയാനും റബ്ബിൽ തവക്കുലാക്കി റബ്ബിൽ ബരമേൽപ്പിച്ചുകൊണ്ട് പോകലാണ്. അത് ശരിയായ തൗഹീദിന്റെയും തവക്കുലിന്റെയും ആശയമാണ്. മഅസ്സിഖതി ബില്ലാ, പടച്ച റബ്ബിൽ ഉറച്ച വിശ്വാസമുണ്ടാകണം. എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കുകയില്ല, എന്റെ റബ്ബ് എനിക്ക് ദോഷമായി ഒന്നും വെക്കുകയില്ല, എന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റാരേക്കാളും അറിയുന്നവൻ എന്റെ റബ്ബാണ്. ആ റബ്ബിന് എന്നോട് അളവറ്റ കാരുണ്യവും ദയയുമുണ്ട് എന്ന് മനസ്സിലാക്കി പടച്ചറബിൽ വിശ്വാസമർപ്പിച്ച് അള്ളാഹുവിനെ കൊള്ള അണയുന്ന പടച്ചറബിൽ എല്ലാം ഏൽപ്പിക്കുന്ന ഒരു വിശ്വാസി, അതോടൊപ്പം അള്ളാഹു ചില കാര്യങ്ങൾക്ക് ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് വേണം അള്ളാഹുവിൽ തവക്കുലാക്കാൻ. വിശന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കും വിശപ്പ് മാറാൻ, ദാഹിച്ചാൽ വെള്ളം കുടിക്കും, രോഗം വന്നാൽ ചികിത്സിക്കും. ഇതൊന്നുമില്ലാതെയുള്ള തവക്കുൽ അല്ല ഇസ്ലാം പറഞ്ഞത് എന്നർത്ഥം. അള്ളാഹ് നിശ്ചയിച്ച കാര്യങ്ങളെ കാരണങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ സ്വീകരിക്കുകയും അതല്ല ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി റബ്ബിൽ തവക്കുലാക്കി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി ഇത്തരം ഭയപ്പാടുകളിൽ പേടിച്ച് ആകെ പിന്മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ ആർക്കെങ്കിലും മനസ്സിൽ തോന്നിയാൽ അത് വകവെക്കാതെ മുന്നോട്ട് പോകണമെന്നാണ്. യാത്ര പുറപ്പെടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ദൃശ്യങ്ങൾ കണ്ടു, കൂടെയുള്ള ആരെങ്കിലും പറഞ്ഞു ഇന്ന് പോകണ്ട, അല്ലെങ്കിൽ ആ ഇടപാട് വേണ്ട, കാരണം എന്താ? ന്യായമായ കാരണങ്ങളൊന്നും പറയാനില്ല. ഇന്ന ആള് പറഞ്ഞതുകൊണ്ട്, ഇങ്ങനത്തെ ഒരു ദിവസമായതുകൊണ്ട്, ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കണ്ടതുകൊണ്ട് എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ റദ്ദത്തുഹു തീറത്തു അൻ ഹാജതിഹി ഫഖദ് അശ്റക, ആരെയെങ്കിലും ഈ ദുശ്ശഗുണങ്ങൾ തന്റെ ആവശ്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നുവെങ്കിൽ, വിലക്കുന്നുവെങ്കിൽ തീർച്ചയായും അയാൾ അള്ളാഹുവിൽ പങ്കുചേർത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ കഫാറത്തു ദാലിക, അങ്ങനെ മനസ്സിൽ തോന്നിപ്പോയാൽ എന്താണ് പ്രവാചകരെ അതിന്റെ പ്രതിവിധി, കഫാറത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാല യഖൂൽ, ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക്. അല്ലാഹുവേ, യാതൊരു ദുശ്ശഗുണവുമില്ല നീ നിശ്ചയിച്ചതല്ലാതെ, യാതൊരു നന്മയുമില്ല നീ നിശ്ചയിച്ചതല്ലാതെ, ഖൈറും ഷർറും നീ നിശ്ചയിക്കുന്നത് മാത്രമാണ്. വലാ ഇലാഹ ഗൈറുക്, എനിക്ക് എന്റെ സങ്കടങ്ങൾ പറയാൻ, എന്റെ ആവശ്യങ്ങൾ സമർപ്പിക്കാൻ, എനിക്ക് അവലംബിക്കുവാനും ആശ്രയവും അഭയവുമായി നീയല്ലാതെ പടച്ചവന് മറ്റാരുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ പരിപാടിയുമായി, നിങ്ങൾ ആ ഉദ്യമവുമായി മുന്നോട്ട് പോകണമെന്നാണ്. അതാണ് പ്രതിവിധി. അതല്ലാതെ അക്കാരണത്താൽ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു, 3-മതും എനിക്കത് കിട്ടുന്നില്ല, കാരണം എന്തോ അതിൽ ഷർറുണ്ട് എന്ന് വിചാരിച്ചു പോലും നമ്മൾ പിന്മാറാൻ പാടില്ല. അതിൽ ന്യായമായ ഖൈറുണ്ടെങ്കിൽ യഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരമുള്ളത് നേടിയെടുക്കാൻ നീ പരമാവധി പരിശ്രമിക്കണം. പടച്ച റബ്ബിൽ തവക്കുലാക്കി റബ്ബിനോട് ദുആ ചെയ്ത് അധ്വാനിക്കണം. അതല്ലാതെ ഏതെങ്കിലും തോതലുകളുടെ പേരിൽ, ഏതെങ്കിലും കാഴ്ചകളുടെ പേരിൽ അതൊന്നും ശരിയല്ല, ഗുണമല്ല എന്ന് നീ വിധി എഴുതി പിന്മാറിപ്പോകരുത്. റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകണം. അതിന് വിരുദ്ധമായി നേരത്തെ പറഞ്ഞതുപോലെ ദുശ്ശഗുണങ്ങൾ കണ്ട് പല പരിപാടികളും വേണ്ട എന്ന് വെക്കുന്ന രീതി ജൂതന്മാരുടെ വിശ്വാസമായിരുന്നു, മക്കാ മുശ്രിക്കുകളുടെ ആദർശമായിരുന്നു എന്ന് ഖുർആൻ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 131-ാമത്തെ ആയത്ത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധിത സമൂഹമായ ആ യഹൂദികൾ അവര് പറയുകയാണ്, ഫഇദാ ജാഅത്തുഹുമുൽ ഹസനതു ഖാലൂ ലനാ ഹാദിഹി, ജൂതന്മാരുടെ വിശ്വാസം
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എതിരാളികളായിരുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും നന്മ വന്നാൽ, അഥവാ മഴ കിട്ടി, കൃഷികളൊക്കെ നന്നായി, വിഭവങ്ങൾ ഉണ്ടായി, അതിന്റെ ഫലങ്ങൾ ഉണ്ടായി, കച്ചവടത്തിൽ ലാഭങ്ങൾ ഉണ്ടായി, ഭാര്യ പ്രസവിച്ച് മക്കളുണ്ടായി, ഇങ്ങനെ എല്ലാ നന്മകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവര് പറയും, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത്, ഞങ്ങൾക്ക് ന്യായമായും കിട്ടേണ്ടതാണ് എന്നവർ പറയുമായിരുന്നു. എന്നാൽ വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, ഇനി അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി മഴ പെയ്യേണ്ട സമയത്ത് മഴ കിട്ടിയില്ല, അതേപോലെ കൃഷി ഇറക്കിയിട്ട് അതിൽ നിന്ന് നല്ല വിളവ് കിട്ടിയില്ല, ഭാര്യ പ്രസവിച്ചില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ യത്വയ്യറൂ ബിമൂസ വമൻ മഅഹു, അവര് പറയും ഈ മൂസയാണ് കുഴപ്പം, ഈ മൂസയെ കൊണ്ടാണ് ഈ പറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, മൂസയും മൂസയുടെ ആൾക്കാരും വന്നതിൽ പിന്നെ ഒരു ഗതിയില്ല, ഒരു ലാഭമില്ല, നേട്ടമില്ല എന്ന് പറഞ്ഞ് അവരിൽ ദുശകുനം ആരോപിക്കുമായിരുന്നു. അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, അറിഞ്ഞേക്കുക അവർക്ക് സംഭവിക്കുന്ന എല്ലാം അള്ളാഹുവിന്റെ ഖളാഉം ഖദറുമാണ്, പടച്ചറബ് നിശ്ചയിച്ചതാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും അവരിൽ അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇതേപോലെ മക്കാ മുശ്രിക്കുകളുടെ വാചകം ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൻ നിസായിലെ ആയത്തുകളിലൂടെ. അവർക്കെന്തെങ്കിലും നന്മ വന്നാൽ അവർ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, എന്തെങ്കിലും ശർറ് അവർക്ക് ബാധിച്ചാലോ അവര് പറയും ഇത് നിന്റെ കാരണത്താലാണ് മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആ ശർറിനെ കെട്ടിവെക്കുമായിരുന്നു എന്നാണ്. ആ ജൂത പാരമ്പര്യത്തിൽ നിന്ന്, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തിൽ നിന്ന് ഷിയാക്കൾ കടം കൊണ്ട അന്ധവിശ്വാസമാണ് നഹ്സ് എന്ന് പറയുന്ന ഈ പിഴച്ച വിശ്വാസം. മുസ്ലിം സമൂഹത്തിൽ പ്രചരിച്ചത് അവരിലൂടെയാണ്. അതാണ് ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു ഹജർ അൽ ഹൈതമി അൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അൽ ഫതാവ അൽ ഹദീസിയ എന്ന ഫത്വ സമാഹാരത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തോടൊരു ചോദ്യം വരാൻ, നല്ല ദിവസം ഏതാണ്, ചീത്ത ദിവസം ഏതാണ്, യാത്രക്കും മറ്റുമൊക്കെ പോകാൻ പറ്റിയ ദിവസം അല്ലെങ്കിൽ പോകാൻ പാടില്ലാത്ത ദിവസം, നല്ലൊരു സംരംഭം തുടങ്ങണം, ഒരു ബിസിനസ് ആരംഭിക്കണം, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കണം, ഇതിനൊക്കെ പറ്റിയ ദിവസം ഏതാണ്, പറ്റാത്ത ദിവസം ഏതാണ്? ഇന്നും പല ആളുകളും മുസ്ലിയാക്കന്മാരെ ഉസ്താദുമാരുടെ അടുക്കൽ ചെന്ന് ചോദിക്കാറില്ലേ? അന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ലാ യുജാബു ഇല്ലാ ബിൽ ഇഅറാദി അൻഹു, അത്തരം ചോദ്യങ്ങൾക്ക് മൈൻഡ് ചെയ്യാതെ അദ്ദേഹം തിരിഞ്ഞു കളയുമായിരുന്നു എന്ന്. വതസ്ഫീഹി മാ ഫഅലഹു, അത് ചെയ്യുന്ന ആളുകൾ എത്രമാത്രം വിഡ്ഢികളാണ്, വിവരദോഷികളാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. വയുബയ്യിനു ലഹു ഖുബുഹു, അവരുടെ ആ വിശ്വാസത്തിലെ ആ ധാരണയിലെ മ്ലേച്ഛമായ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കി കൊടുക്കും. അങ്ങനെ ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന്. തുടർന്ന് അവിടെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ഇത് മുസ്ലിമിന്റെ വിശ്വാസമല്ല, ജൂതന്മാരുടെ സുന്നത്താണ് എന്നാണ്. ലാ മിൻ ഹദിയിൽ മുസ്ലിമീനൽ മുത്തവക്കിലീന അലാ ഖാലിഖിഹിം, എല്ലാ കാര്യങ്ങളും അവരുടെ റബ്ബായ സൃഷ്ടാവായ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന വിശ്വാസിയുടെ മാതൃകയല്ല, രീതിയല്ല അത്. വമാ യുൻഖലു മിൻ ദാലിക അനിൽ അയ്യാമിൽ മൻഖൂതതി വനഹ്വിഹാ അൻ അലിയിൻ റളിയല്ലാഹു അൻഹു, ചില ദിവസങ്ങൾ ലക്ഷണം കെട്ടതാണ്, നല്ലതല്ല എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില സംഗതികൾ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ബാത്തിലുൻ കദിബുൻ, അത് പച്ച കല്ല് വെച്ച നുണയാണ്. ലാ അസ്ല ലഹു, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഫൽ യഹ്ദർ മിൻ ദാലിക്, അതിനാൽ വിശ്വാസികൾ അതിനെ തൊട്ട് സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണമെന്ന്. അപ്പൊ നോക്കൂ, ജൂതന്മാരുടെ വിശ്വാസമായിരുന്നു അത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ആ വിശ്വാസം പകർന്നെടുത്ത ജൂതന്മാരുടെ മസ്തിഷ്ക സന്താനമാണ് ഷിയാക്കൾ എന്നുള്ള കാര്യം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വ്യക്തമായി ഉണർത്തിയ സംഗതിയാണ്. അവരിൽ നിന്ന് ആ ആശയം സ്വീകരിച്ച് അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇല്ലാത്ത വചനങ്ങളിലൂടെ ആരോപിച്ച് അതിന് പ്രാമാണികമായ പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന ഷിയാക്കളുടെ വിശ്വാസം അത് ശരിയല്ല, അതിനെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണം വിശ്വാസികൾ എന്ന് ഉണർത്തിയ പണ്ഡിതന്മാരുടെ കിതാബുകളിലെ വരികൾ അവിടെ ഉണ്ടായിരിക്കെ അത് പൂഴ്ത്തിവെച്ച് മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് അത്തരം ദിവസങ്ങൾ പല കലണ്ടറുകളിലും നമ്മൾ കാണുകയാണ്. ഷിയാക്കൾ ഇന്നും മുഹറം 10 അപലക്ഷണമായി കണ്ടുകൊണ്ട് അത് ശകുനം കെട്ട അല്ലെങ്കിൽ നന്മയില്ലാത്ത ദിവസമായി കണ്ട് അവർ കാട്ടിക്കൂട്ടുന്ന ആചാരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും പീഡയിലൂടെ
മുഹറത്തെ ദുശകുനത്തിന്റെ ദിവസമായി കാണുന്ന അവർ ശരീരം മൂർച്ചയുള്ള അല്ലെങ്കിൽ വാളുകളും അതേപോലെ കത്തിയും കടാരയും ഒക്കെ വെച്ച് മുറിവേൽപ്പിച്ച് തലയിലും ശരീരത്തിലും ഒക്കെ മുറിവേൽപ്പിച്ച് രക്തമൊലിപ്പിക്കുന്ന വലിയ പുണ്യമായി ത്യാഗമായി കാണുന്ന ഷിയാക്കൾ, അവരുടെ ആ വിശ്വാസം അത് മുഹറത്തിൽ എന്നല്ല, വിശുദ്ധ റമദാനിന്റെ ദിവസങ്ങളെ വരെ നമുക്ക് നോക്കിയാൽ ചില കലണ്ടറുകളിൽ അടയാളപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും, നഹസിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അഥവാ കൊള്ളരുതാത്ത ദിവസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നന്മകൾ തുടങ്ങാൻ പറ്റാത്ത ശകുനത്തിന്റെ ദിവസങ്ങളായി റമദാനിന്റെ ദിവസങ്ങളെ പോലും എണ്ണിയിട്ടുണ്ട്, ചില കലണ്ടറുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വരുമ്പോൾ ബുദ്ധിയും ബോധവുമുള്ള വിശ്വാസികൾക്ക് അത് മതി കത്താൻ, മനസ്സിലാക്കാൻ. ഇസ്ലാമികമല്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ നിന്നുമുള്ളതല്ല, പൈശാചികമാണ് എന്ന് തിരിച്ചറിയാൻ. സഹോദരങ്ങളെ, ഷിയാക്കൾ ഇങ്ങനെ നടത്തുന്ന ഈ ആചാരത്തിന് അവർ പറയാറുള്ള ഒരു ന്യായം കർബലയിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഷിയാക്കളുടെ ദുഃഖാചരണത്തിന്റെ ന്യായീകരണമായി അവർ പറയാറുള്ളത്, വിശദീകരിക്കാറുള്ളത് അങ്ങനെയാണ്. സത്യത്തിൽ ഹിജറ 61 മുഹറം 10 ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ചില ക്രൂരന്മാരാൽ വധിക്കപ്പെട്ടു എന്നത് ചരിത്ര സത്യമാണ്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമാണ് എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ തന്നെ വസിയത്ത് പ്രകാരം മകൻ യസീദ് അധികാരമേറ്റപ്പോൾ മിക്കവാറും എല്ലാവരും എന്ന രീതിയിൽ വലിയൊരു മസ്ലഹത്ത് മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യപ്രാപ്തിയും പ്രാപ്തികേടും വിഷയമാക്കാതെ ഒരു പ്രയാസവും ഫിത്നയും ഇല്ലാതിരിക്കാൻ വേണ്ടി സ്വഹാബികളടക്കം മഹാഭൂരിപക്ഷം ആളുകളും അയാൾക്ക് ബൈഅത്ത് ചെയ്തു. അങ്ങനെ അയാൾ നിയമപ്രകാരം ഭരണാധികാരിയായി കടന്നു വരികയാണ്. എന്നാൽ വളരെ കുറച്ചു പേരൊഴികെ അദ്ദേഹത്തിന്റെ ബൈഅത്ത് ചെയ്തപ്പോൾ യസീദിന് ബൈഅത്ത് ചെയ്യാതിരുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അധികാരത്തെ അംഗീകരിക്കാതെ ഖലീഫയായി അദ്ദേഹത്തെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാതെ മാറി നിൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇറാഖിൽ നിന്ന് നിരവധി കത്തുകൾ, നിരവധി ക്ഷണങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തേടി എത്തുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ വരണം, നിങ്ങളെ ഞങ്ങളുടെ കൃഷ്ണമണിയെ പോലെ, ഞങ്ങളുടെ ഭാര്യയെയും മക്കളെയും പോലെ കാത്തു സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ഒരു വഞ്ചനയുടെ ഓഫർ കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് അടുപ്പവും സ്നേഹവുമുള്ള പലരും തടഞ്ഞു. ഹുസൈൻ, താങ്കൾ ഈ സന്ദർഭത്തിൽ കർബലയിലേക്ക്, ഇറാഖിലേക്ക് പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗത്തേക്ക് നോക്കി ഫിത്നയുടെ കേന്ദ്രമാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പല ഇസ്ലാമികമായി പ്രയാസങ്ങളുണ്ടായ ഫിത്നകളുടെയും പ്രഭവ കേന്ദ്രം നമ്മൾ നോക്കുമ്പോൾ ആ ഇറാഖാണ് എന്ന് കാണുവാൻ സാധിക്കും. ഇന്നും അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഹിജറ 60-ാമത്തെ വർഷത്തിൽ ദുൽഹിജ്ജ 8 മക്കയിലുണ്ടായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവരിൽ പലരുടെയും പ്രലോഭനങ്ങളിൽ വശംവദനായി, അല്ലെങ്കിൽ അവരുടെ ക്ഷണം സ്വീകരിച്ചത് സത്യമാണ് എന്ന് കരുതി കൂഫയിലേക്ക് കുടുംബത്തോടൊപ്പം യാത്ര പോവുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും കുടുംബക്കാരുമൊക്കെയായി 100-ൽ താഴെ 10, 70, 80ഓളം ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ ആ നല്ലൊരു ചടങ്ങിന്, അല്ലെങ്കിൽ നല്ല ആ ഒരു സംഭവത്തിന് സാക്ഷികളാകാൻ അവർ പോവുകയാണ്. അത് ചതിയായിരുന്നു എന്നുള്ളത് അവിടെ എത്തുമ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കാൻ നോക്കിയപ്പോൾ ഞാൻ ബന്ധനസ്ഥനാകാൻ റെഡിയല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അന്യായമായി, ക്രൂരമായി കൊല ചെയ്യുകയായിരുന്നു എന്നതാണ് ഇസ്ലാമിക ചരിത്രം. അത് ക്രൂരതയാണ്. എന്തുകൊണ്ടും ഒരു നിരപരാധിയായ സാധാരണ ഒരു മനുഷ്യനെ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്യുമ്പോൾ അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ക്രൂരതയാണ് എന്നതിൽ ആർക്കും സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരെ സംബന്ധിച്ച് പറഞ്ഞത് ഹുമാ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നായകന്മാരാണ്, നേതാക്കന്മാരാണ് എന്നാണ്. അങ്ങനെയുള്ള ആ ആളെ യാതൊരു ന്യായവുമില്ലാതെ അന്യായമായി കൊല ചെയ്യുക എന്നത് വലിയ ക്രൂരതയാണ് എന്നുള്ളത് കൊണ്ട് അഹ്ലുസുന്നയുടെ നിലപാട് ഖത്ലുഹു ളുൽമുൻ വഉദ്വാൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കാണിച്ച ആ ക്രൂരത അന്യായമാണ്, അക്രമമാണ്, വമഅസിയ, പടച്ചറബിന്റെ മുന്നിൽ വലിയ പാതകമാണ്, അപരാധമാണ്. അതുകൊണ്ട് അലൈഹിം മാ യസ്തഹിഖൂന മിനല്ലാഹ്,
അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് അർഹമായത് പടച്ചവൻ കൊടുക്കട്ടെ എന്നേ വിശ്വാസികൾ ആ വിഷയത്തിൽ പറയാറുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം കൂടിയാണത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുമെന്നുള്ള കാര്യം, ഇന്ന ഇബ്നക ഹാദാ ഹുസൈൻ മഖ്തൂൽ, മലക്ക് വന്ന് അറിയിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ കൂഫയുടെ അടുക്കലുള്ള കർബല എന്ന പ്രദേശത്തെത്തിയപ്പോൾ ആ നാടിനെ സംബന്ധിച്ച് ചോദിച്ചു. ആദ്യമായി അവിടെ ചെല്ലുമ്പോൾ എന്താണ് ഈ നാടിന്റെ പ്രത്യേകത, ഈ നാടിന്റെ പേര് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് കർബല എന്നാണ്. അദ്ദേഹം അതിന് കൊടുത്ത വിശദീകരണം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. കർബുൻ വ ബലാ, ഇത് ശരിയാണ്, ദുരന്തത്തിന്റെയും ബലാഇന്റെയും ഒരു നാട് തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വന്ന നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാം, അതല്ലെങ്കിൽ എന്നെ സുരക്ഷിതമായി എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ തിരിച്ചുവിടണം എന്നൊന്നും പറഞ്ഞു. അതിനൊന്നും അവർ തയ്യാറല്ലാതെ അതിക്രൂരമായി അദ്ദേഹത്തെ പിടികൂടുകയും കൊല ചെയ്യുകയുമായിരുന്നു ചെയ്തത്. അതാണ് കർബല എന്ന് പറയുന്ന ചരിത്രത്തിലെ ഒരു ദുഃഖ യാഥാർത്ഥ്യം. പക്ഷെ അതിന്റെ പേരിൽ ഇസ്ലാമികമായി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ ദിവസങ്ങളെ മോശമായ ദിവസമായി ചിത്രീകരിക്കാനും മുദ്രകുത്തുവാനും നമുക്കാർക്കും അവകാശമില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസ ആദർശങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഹക്കിന്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കർബല എന്ന ആ ദുഃഖപൂർണമായ സംഭവത്തോടനുബന്ധിച്ച് ഇസ്ലാമിക ലോകത്ത് 2 ബിദ്അത്തുകൾ രൂപപ്പെട്ടു. ഒന്ന്, മുഹറം 10 ഒരു ദുഃഖാചരണത്തിന്റെ ദിവസമായി ആചരിക്കുന്ന ഒരു പ്രവണത. നമ്മൾ നേരത്തെ പറഞ്ഞു, ഷിയാക്കൾ തുടങ്ങി വെച്ച, അവർ ഇന്നും കൊണ്ടു നടക്കുന്ന ആ ഒരു ആചാരം ജാഹിലിയത്തിലെ ആചാരമാണ് എന്നത് ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. എത്ര വലിയ ദുരന്തമാണ്, പ്രയാസമാണ് നമുക്ക് ബാധിച്ചതെങ്കിലും, സമൂഹത്തെ മൊത്തത്തിൽ അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നാട്ടിൽ ഏത് ആപത്തുകളും വിപത്തുകളും ഉണ്ടായാലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരിഅ മിനസ് സാലിഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഞാൻ അതിൽ നിന്ന് ഒഴിവാണ്. ആരിൽ നിന്ന്? മിനസ് സാലിഖ. ഏതെങ്കിലും ആപത്തുകളും അപകടങ്ങളും ബാധിച്ചതിന്റെ പേരിൽ അലമുറയിട്ട് ഒച്ചയുണ്ടാക്കി കരയുന്ന ആളുകൾ, ഞാനും അവരുമായി ബന്ധമില്ല എന്ന് പറഞ്ഞതാണ്. വൽ ഹാലിഖ, അതേപോലെ ദുരിതത്തിന്റെയും പ്രയാസത്തിന്റെയും പേരിൽ തല മുണ്ടനം ചെയ്ത് മൊട്ടയടിച്ച് ആ ദുഃഖം പ്രകടിപ്പിക്കുന്ന രീതി, അത്തരം ചെയ്തികളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വശാഖ, പ്രയാസങ്ങളുടെയും ദുരന്തത്തിന്റെയും പേരിൽ വസ്ത്രം പിടിച്ച് കീറുന്ന ആ ആളുകളുമായി ഞാൻ ബന്ധം ഉള്ളവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് സ്വഹീഹുൽ ബുഖാരിയിൽ, സ്വഹീഹ് മുസ്ലിമിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ലൈസ മിന്നാ മൻ ഷഖൽ ജുയൂബ വളറബൽ ഖുദൂദ വദഅ ബിദഅവൽ ജാഹിലിയ്യ. ജീവിതത്തിൽ ഏതെങ്കിലും ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ ബാധിച്ചതിന്റെ പേരിൽ വസ്ത്രത്തിന്റെ മാറ് പിടിച്ചു കീറി മുഖത്തടിച്ച് ഇസ്ലാമികമല്ലാത്ത പലതും വിളിച്ചു പറഞ്ഞ് ഒച്ചയുണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അത്തരം ചെയ്തികൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആശൂറയുടെ ദിവസം, മുഹറം 10 അന്ന് വിശ്വാസികൾ അത്തരം ദുഃഖാചരണ പരിപാടികളിൽ പങ്കെടുക്കുകയില്ല എന്ന് മാത്രമല്ല, അത് ജാഹിലിയത്തിന്റെ ആചാരമാണ്, ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തുറന്നു പറയും. അതിൽ യാതൊരു മടിയുമില്ല. രണ്ടാമത്തെ ഒരു ബിദ്അത്തിന്റെ ആചാരം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിന്റെ നേരെ വിപരീതം, അഥവാ ആശൂറയെ ഒരു ആഘോഷ ദിവസമാക്കി മാറ്റുന്ന ആളുകൾ, നാസിബിയാക്കൾ,
അഹ്ലു ബൈത്തിനോട് പ്രത്യേകമായ വിദ്വേഷവും വെറുപ്പും വെച്ചു പുലർത്തുന്ന നാസിബിയാക്കൾ എന്ത് ചെയ്തു? ആശൂറയിനെ ഒരു സന്തോഷ ദിവസമായി കണ്ടു. ഹുസൈൻ കൊല്ലപ്പെട്ടതാണെങ്കിൽ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് മധുര പലഹാരം വിതരണം ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിക സമൂഹത്തിലുണ്ട്, ഈ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ. എന്നാൽ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് തലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വസത്തിയ്യത്തിന്റെ മധ്യമ നിലപാടാണ് അഹ്ലുസുന്നക്ക് സലഫിയ്യത്തിനുള്ളത്. അഹ്ലുസുന്ന വസത്തുൻ ബൈനർ റവാഫിദ് വൻ നവാസിബ്. ആളുകളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞു പോകലും ആളുകളോടുള്ള വിദ്വേഷവും വെറുപ്പും പ്രകടിപ്പിക്കുന്ന വിഷയത്തിലും അഹ്ലുസുന്ന റാഫിദിയാക്കളുടെയും നാസിബിയാക്കളുടെയും ഇടയിലുള്ള ഒരു മധ്യമ സ്റ്റാൻഡാണ് സ്വീകരിച്ചിട്ടുള്ളത്. നുഹിബ്ബു ആലൽ ബൈത്തി ഹുബ്ബൽ ഇസ്ലാം. നമുക്ക് അഹ്ലു ബൈത്തുകാരോട്, അലി റളിയല്ലാഹു അൻഹുവിനോട്, ഹസൻ റളിയല്ലാഹു അൻഹുവിനോട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട്, അതേപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് എല്ലാം സ്നേഹമാണ്, ആദരവാണ്, ബഹുമാനമാണ്. എന്തിന്റെ പേരിൽ? ഹുബ്ബൽ ഇസ്ലാം. അവർ ഇസ്ലാമിന്റെ വിശ്വാസവും ആദർശവും സ്വീകരിച്ചവരാണ് എന്നതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരാണ് എന്നതിന്റെ പേരിൽ. നേരെ മറിച്ച് വിശ്വാസവും ആദർശവും ഒക്കെ ഒഴിവാക്കി അതിന് വിരുദ്ധമായി അലിയെ റബ്ബായി സ്വീകരിക്കുന്ന അഹ്ലു ബൈത്തിലെ പല ഇമാമിങ്ങളെയും പടച്ചവന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി അവരോട് പ്രാർത്ഥിക്കുകയും അവരിൽ തവക്കുലാക്കുകയും ചെയ്യുന്ന തലതിരിഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി നമുക്ക് ബന്ധമില്ല. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്ഥാനവും ആദരവും ഒക്കെയുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ സ്വർഗത്തിന്റെ അവകാശിയാണ്. പടച്ചറബിന്റെ തൗഫീഖാണ് സഹോദരങ്ങൾ. അങ്ങനെ സമൂഹത്തിൽ ഭിന്നതകളും വിഭാഗീയതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വഴിവിട്ട രണ്ടറ്റങ്ങളിലേക്കും പോകാതെ ശരിയായ ഹക്കിന്റെ പാതയിലൂടെ മുന്നേറുവാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നത് പടച്ചറബിന്റെ വലിയൊരു തൗഫീഖാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത. അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹു നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് മാറി നിൽക്കാതെ, അഥവാ ഇഫ്രാത്തിന്റെയും തഫ്രീത്തിന്റെയും അതിരുകവിച്ചലിന്റെയും വെറുപ്പിന്റെയും രണ്ടറ്റങ്ങളിലേക്ക് പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒക്കെ നിലകൊണ്ട ആ മധ്യമ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുക എന്നത് വലിയ തൗഫീഖാണ്. അതുകൊണ്ട് ഏത് വിഷയത്തിലും നമുക്ക് ആ ഒരു ഉൾക്കാഴ്ചയും തിരിച്ചറിവും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെയും അവൻ പൊരുത്തപ്പെടുന്ന നേരിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരൻ സിറാജ് സാഹിബിന്റെ ഉമ്മ കുറച്ച് പ്രയാസത്തിൽ ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും നൽകി ഇരു ലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ കൂടെ സമ്മേളിക്കാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.